ഹായ് മക്കളെ, കഴിഞ്ഞ കുറച്ച് വീഡിയോകളായി നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്, എഫ് ഡി എക്സ് എൻ ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. ഇനി ഈ പറഞ്ഞ ഇത്രയും കോൺസെപ്റ്റുകളിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഒരു സീക്വൻസ് എഴുതുക. 510 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ അല്ലേ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുവാണ്, 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്നു, അല്ലെങ്കിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ആ റിമൈൻഡർ ആയിരിക്കും ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം. സോ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം: 3 3നോട് 5 കൂട്ടുക 8 8 5 13 എക്സെട്ര എക്സെട്ര എക്സെട്ര, ഇങ്ങനെയായിരിക്കും ഈ സീക്വൻസ് പോകുന്നത്. അപ്പൊ അത് ഇപ്പുറത്ത് നോക്കിയേ, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ആ സീക്വൻസ് പോകുന്നത്? ഫസ്റ്റ് ടൈം ആരായിരിക്കും? ആ റിമൈൻഡർ ആയിരിക്കും 2 2 4 6 10 എക്സെട്ര എക്സെട്ര, അങ്ങനെയായിരിക്കും ആ സീക്വൻസ് പോകുന്നത്. ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. ക്വസ്റ്റിനിലേക്ക് പോവാം. നമ്മൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം? 3 വരണം. അതാണ്. അപ്പൊ ആ സീക്വൻസ് നമുക്ക് ആദ്യം എഴുതാം. സീക്വൻസ് എങ്ങനെ എഴുതിയത്? 3 3 5 8 8 5 13 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇനി ചോദിച്ചിരിക്കുന്നത് 510 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും ഡി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ ഈ 510 ഇതിനകത്ത് ടേം ആണെങ്കിൽ ഡി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം ആര് തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. സോ നിങ്ങൾ 510നെ 5 കൊണ്ട് ഹരിച്ചു നോക്കുക, ശിഷ്ടം 3 വരുന്നുണ്ടോ നോക്കുക. 3 വരത്തില്ല, ശിഷ്ടം 0 വരും. കാരണം 510 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 510 ഈ സീക്വൻസിലെ ടേം അല്ല. ഇതേ പാറ്റേണുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സീക്വൻസ് എഴുതുക. 213 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 213 ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. അപ്പൊ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്നു. സീക്വൻസ് എങ്ങനെ എഴുതേണ്ടത്? റിമൈൻഡർ ആണ് ഫസ്റ്റ് ടൈം. 2 2 7 9 9 7 16 എക്സെട്ര എക്സെട്ര എക്സെട്ര. നമ്മുടെ സീക്വൻസ് ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഈ ഡി കൊണ്ട് ഇവനെ ഹരിക്കുക, 210നെ ഹരിക്കുക. അപ്പൊ ശിഷ്ടം 2 വരുന്നുണ്ടോ എന്ന് നോക്കുക. 2 വരുന്നുണ്ടെങ്കിൽ 213 ഈ സീക്വൻസിലെ ടേം ആണ്. 2 വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തല്ല? ടേം അല്ല. നമുക്ക് ഹരിച്ചു നോക്കാം. 7 കൊണ്ട് ഹരിച്ചു നോക്കാം. സോ 7 7 3 21 7 3 21 0 3 ഇറക്കി എഴുതി. സോ ഇനി പിന്നെ അടുത്ത 0. റിമൈൻഡർ എത്രയാ വരുന്നത്? 2 ആണോ വരുന്നത്? റിമൈൻഡർ 2 അല്ല വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് സീക്വൻസ് അല്ല. ഇതേ സീക്വൻസ് തന്നെ ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യാം. 107 ഇതിലെ ടേം ആണോ? 107 ഇതിലെ ടേം ആണോ? സോ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 10 0 7നെ ഇറക്കി എഴുതി. ഒരു പ്രാവശ്യം 5, ശിഷ്ടം എത്ര വരുന്നുണ്ട്? 2. സോ റിമൈൻഡർ 2 വന്നില്ലേ? അപ്പൊ 107 ഈ സീക്വൻസിലെ ഒരു ടേം ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനും അതിന്റെ കൺസെപ്റ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഒന്നും കൂടി ഒന്ന് ഓടിച്ചിട്ടൊന്ന് പറയാം. ചോദ്യം ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്: ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഇന്ന നമ്പർ വരുന്നു, ആ സീക്വൻസ് എഴുതുക. വേറൊരു നമ്പർ ആ സീക്വൻസിലെ ടേം ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സീക്വൻസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? 2 7 12 എക്സെട്ര എക്സെട്ര. ആ റിമൈൻഡർ ആയിരിക്കും ഫസ്റ്റ് ടൈം. 5 വീതം കൂട്ടി കൂട്ടി പോവുക. ഇനി ഏതെങ്കിലും ടേം അതിനകത്ത് സീക്വൻസിലെ ടേം ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പറയുവാണ് 102 അതിനകത്ത് ടേം ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 102നെ ഈ ഡി കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ശിഷ്ടം ഇതാണോ ചെക്ക് ചെയ്യുക. ഇതാണെങ്കിൽ എന്താണ്? അതിൻ്റെ അകത്ത് ടേം ആണ്, അല്ലെങ്കിൽ അല്ല. ഓക്കെ.